ഗുഡ് മോർണിംഗ്. ക്രേസ് കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്നല്ലോ അല്ലെ? അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വിവാഹം നടക്കുന്നതിന് വേണ്ടിയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. ഇത് ഇഷ്ട പങ്കാളിയെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇപ്പൊ കുറെ നാളുകളായി മാരേജിനൊക്കെ വേണ്ടിയിട്ട് നോക്കുന്നു, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല എന്നൊക്കെ ഉള്ളവർക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ചില ടെക്നിക്കുകള് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ, മറ്റൊന്നുമല്ല. ഏറ്റവും ആദ്യം തന്നെ അഫർമേഷൻ, അതുപോലെ വിഷ്വലൈസേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, സെൽഫ് ലവ്, ഈ 4 കാര്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യം തന്നെ വരുന്നത് അഫർമേഷൻ ആണ്. നിങ്ങൾക്കൊരു വിവാഹം നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് എങ്കിൽ എല്ലാ ദിവസവും അഫർമേഷൻ എഴുതുന്നതും അത് പറയുന്നതും ഒരു ശീലമാക്കുക. അഫർമേഷൻ മാരേജിന് വേണ്ടിയിട്ടും സെൽഫ് ലവ് അഫർമേഷനും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. രാവിലെ കണ്ണ് തുറന്ന് എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി നമ്മൾ വന്ന് കണ്ണാടിയിൽ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഐ ആം ബ്യൂട്ടിഫുൾ, ഐ ആം ദ ബെസ്റ്റ്. ഓക്കെ, നമ്മൾ നമ്മളെ തന്നെ, അതായത് എനിക്ക് കഴിവുകളുണ്ട്, ഞാൻ എന്നെ അംഗീകരിക്കുന്നു, എനിക്ക് എന്നെ വിശ്വാസമാണ്, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ കഴിവുകളെ ഞാൻ തിരിച്ചറിയുന്നു, സ്നേഹത്തെ ആകർഷിക്കുന്നതിനായിട്ടുള്ള അർഹത എനിക്കുണ്ട്, ഞാൻ സ്നേഹമാകുന്നു, അതുകൊണ്ട് തന്നെ സ്നേഹത്തെ ആകർഷിക്കുന്നതിനായിട്ടുള്ള ഒരു കാന്തമായി ഞാൻ വർത്തിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളിൽ ഉണ്ടെങ്കിലാണ് സ്നേഹത്തെ നമുക്ക് ആകർഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ നമ്മളെ സ്നേഹിക്കുക ആദ്യം തന്നെ. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം, എല്ലാ ദിവസവും 24 മണിക്കൂറിൽ കുറച്ച് സമയം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അത് നമ്മുടെ ആരോഗ്യത്തിനായിട്ട്, നമ്മുടെ മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ശരീര സൗന്ദര്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ പെരുമാറ്റങ്ങൾക്ക്, ഇതിനെല്ലാത്തിനും വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റിവെക്കുക. തീർച്ചയായിട്ടും അതിന്റെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. സെൽഫ് ലവ് അഫർമേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമ്മൾ സാധാരണ ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ പറയുന്ന പോലെ എല്ലാം, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഉള്ളതിന് നമ്മൾ നന്ദി പറയുക. ആ ഉള്ളതിന് നന്ദി പറയുന്നതിനോടൊപ്പം വിവാഹം നടക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ നമുക്ക് പറയാവുന്ന കാര്യം അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന പോലെ, അതായത് എനിക്ക് ഒരു ഉത്തമ ജീവിത പങ്കാളിയെ എനിക്ക് തന്നതിന് നന്ദി, എന്നിലേക്ക് വന്നു ചേർന്നതിന് നന്ദി, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, വളരെ നല്ല രീതിയിൽ എൻ്റെ കുടുംബവുമായി പൊരുത്തപ്പെട്ടു പോകുന്ന നല്ലൊരാളെ എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയായി ലഭിച്ചതിന് നന്ദി, താങ്ക് യു യൂണിവേഴ്സ്. അങ്ങനെ നമുക്ക് എന്തൊക്കെ നമ്മൾ അവരിൽ വേണ്ട ക്വാളിറ്റി ഉണ്ടോ അതൊക്കെ നമുക്ക് പറഞ്ഞ് നന്ദി പറയാം. തീർച്ചയായിട്ടും നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ ഞാൻ അർഹയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അഫർമേഷൻ പറയാം. വിവാഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറയുമ്പോൾ, നിങ്ങൾ അഫർമേഷൻ എഴുതുമ്പോൾ, ഇപ്പം നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് പേഴ്സണെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ ആ വ്യക്തിയുടെ പേരാണ്. അപ്പൊ ഞാനും ആ വ്യക്തിയും തമ്മിലുള്ള വിവാഹം വീട്ടുകാരുടെ എല്ലാ അനുഗ്രഹത്തോടുകൂടി സമ്മതത്തോടുകൂടി വളരെ ഭംഗിയായിട്ട് നടന്നു എന്നുള്ള രീതിയിൽ അഫർമേഷൻ പറയാം. ഞാനും ആ വ്യക്തിയുമായുള്ള വിവാഹം, അല്ലെങ്കിൽ ഇന്ന വർഷം നിങ്ങളുടെ വിവാഹമാണ് എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ അങ്ങനെ അഫർമേഷൻ ആയിട്ട് എഴുതാം. ഓക്കെ, ഇപ്പൊ 2025 ഡിസംബറിൽ അല്ലെങ്കിൽ സെപ്റ്റംബറിൽ എൻ്റെ വിവാഹം നടന്നു, അല്ലെങ്കിൽ 2026 ജാനുവരിയിൽ എൻ്റെ വിവാഹം നടന്നു. നമ്മുടെ വീടിന്റെ അടുത്തുള്ള, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാവില്ല ചില ഓഡിറ്റോറിയങ്ങള്, ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടെ വെച്ച് എൻ്റെ വിവാഹം നടക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ അഫർമേഷൻ ആയിട്ട് പറയാം. ഈ ഒരു ഭംഗിയായിട്ടുള്ള, ഈ ഒരു നല്ലൊരു റിസോർട്ട്, അല്ലെങ്കിൽ നല്ലൊരു ഓഡിറ്റോറിയം, ആ ഓഡിറ്റോറിയത്തിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ച് വിവാഹം നടന്നു, എൻ്റെ ബന്ധുമിത്രാദികളെല്ലാം വിവാഹത്തിൽ പങ്കെടുത്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അഫർമേഷൻ ആയിട്ട് എഴുതാം. ഇനി വിഷ്വലൈസേഷൻ ആണ്. വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണുകൾ അടച്ച് പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടുകൂടി ഫീല് ചെയ്തുകൊണ്ട് വേണം വിഷ്വലൈസ് ചെയ്യാൻ. അപ്പൊ ആ വിഷ്വലൈസേഷനിൽ നിങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടി എന്ന് പറഞ്ഞല്ലോ, നിങ്ങളുടെ മനക്കണ്ണിൽ നിങ്ങൾ അത് കാണുക. ഏത്? നിങ്ങളുടെ വിവാഹ ദിവസം.
അപ്പൊ ആ വിവാഹ ദിവസം അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പുള്ള ഒരുക്കങ്ങൾ ഉണ്ടല്ലോ, ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്, ആഭരണങ്ങൾ എടുക്കാനായിട്ട് പോകുന്നത്, നമ്മൾ ബന്ധുക്കളെയൊക്കെ ക്ഷണിക്കുന്നത്, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ കല്യാണക്കുറി ഇൻവിറ്റേഷൻ, അത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. അതുപോലെ ആ വിവാഹ ദിവസം അന്ന് നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം, ആഭരണം, നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത്, ബന്ധുമിത്രാദികൾ വരുന്നത്, ഇതൊക്കെ വിഷ്വലൈസ് ചെയ്യുന്നു. അപ്പൊ കണ്ണ്, മൂക്ക് എന്ന് പറയുമ്പോൾ ആ ഗന്ധം, അതായത് നമ്മുടെ ഓഡിറ്റോറിയത്തിലൊക്കെ എന്ന് പറയുമ്പോൾ പുഷ്പങ്ങളുടെ അല്ലെ, പൂമാലകളുടെ, പൂച്ചെണ്ടുകളുടെ ഒക്കെ ഒരു സുഗന്ധം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ഗന്ധം നമുക്ക് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ കണ്ണ്, മൂക്ക്, അതുപോലെ തന്നെ നാവ് എന്ന് പറയുമ്പോൾ രുചി, നമ്മൾ അന്ന് കഴിക്കുന്ന കല്യാണ സദ്യ അല്ലെ, ആ ഒരു പായസം അല്ലെങ്കിൽ കല്യാണ സദ്യ ഏത് തന്നെയാണെങ്കിലും, അപ്പൊ ആ ഒരു ബിരിയാണി അല്ലെങ്കിൽ കല്യാണ സദ്യ, അതിന്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ നാവിൻ തുമ്പത്ത് വരും. ഇനി അടുത്തത് ത്വക്ക്, സ്പർശനമാണ്. അതായത് നമ്മളും നമ്മുടെ ജീവിത പങ്കാളിയും ചേർത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്ന, കൈ പിടിച്ചു കൊടുക്കുന്നത്, താലി കെട്ടുന്നത്, അപ്പൊ ഇങ്ങനെയുള്ള മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് ആ ഫീൽ ചെയ്യും അല്ലെ. ആ ഫീലോട് കൂടി നമ്മൾ ഇതെല്ലാം വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, ഇനി കല്യാണം നടക്കുന്ന സമയം മാത്രമല്ല, അത് കഴിഞ്ഞുള്ള നിങ്ങളുടെ ജീവിതം, നിങ്ങൾ ഒരുമിച്ച് യാത്രകൾ പോകുന്നത്, വിരുന്ന് പോകുന്നത്, അമ്പലങ്ങളിൽ പോകുന്നത്, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ ഒരുമിച്ചുള്ള യാത്രകളും ജീവിതങ്ങളും രസകരമായ മുഹൂർത്തങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ഒരു എനർജി, സന്തോഷം നിങ്ങളിൽ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് നിങ്ങൾ ഒരു തുടർച്ചയായ 21 ഡേയ്സ് അല്ല എങ്കിൽ, നിങ്ങളുടെ വിവാഹം നടക്കുന്നവരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇതിന് ഒരു ദിവസം എത്ര സമയം വേണം? വളരെ കുറച്ച് സമയം മാത്രം പോരെ. രാവിലെ നമുക്കൊരു സെൽഫ് ലവ് അഫർമേഷൻ പറയാനായിട്ട് 5 മിനിറ്റ് സമയം പോലും വേണ്ട. രാവിലെ നമ്മളൊക്കെ മുഖം ഒന്ന് കഴുകി, മുടിയൊക്കെ ഒന്ന് ചീകി വന്ന് കണ്ണാടിയുടെ മുമ്പിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന്, ഐ ആം ബ്യൂട്ടിഫുൾ, ഐ ആം ദ ബെസ്റ്റ്, ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്താണ് ഈ പറയുന്ന സ്നേഹത്തെ ആകർഷിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ നല്ലൊരു ഉത്തമ ജീവിത പങ്കാളിയെ ആകർഷിക്കുന്നതിനായിട്ടുള്ള സൗമ്യമായിട്ടുള്ള പെരുമാറ്റവും എന്താണ് സൗന്ദര്യവും ഒക്കെ, എല്ലാ ആകർഷണീയതയുള്ളവളാണ്, ഐ ആം വാല്യുബിൾ, ഞാനൊരു മൂല്യമുള്ളവളാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം. ഇതാണാണെങ്കിലും പെണ്ണാണെങ്കിലും അതിനനുസരിച്ചിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന അഫർമേഷൻ, വിവാഹത്തിന് വേണ്ടിയുള്ള അഫർമേഷൻ നമ്മളൊരു ബുക്കിൽ എഴുതുന്നു, അല്ലെങ്കിൽ അത് നമ്മൾ പറയുന്നു. ഇതിനൊരു 5 മിനിറ്റ് പോലും വേണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, അതിനുശേഷം ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ഒരു 15 മിനിറ്റ് ടൈം നിങ്ങൾക്ക് മാറ്റി വെക്കാനുണ്ട് എങ്കിൽ നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ഇനി വിവാഹം എന്നൊക്കെ പറഞ്ഞു, എല്ലാവരും സ്വപ്നം കാണുന്ന കാര്യമാണ് നമ്മുടെ ഒരു കുടുംബ ജീവിതം, അല്ലെങ്കിൽ നമുക്ക് സ്നേഹിക്കുന്ന ഒരു ഉത്തമ പങ്കാളി നമ്മുടെ ജീവിതത്തിലേക്ക് വരിക എന്നുള്ള കാര്യമൊക്കെ. ഇത് പറയുമ്പോൾ ഞാൻ ഈ മറ്റൊരു കാര്യം കൂടി പറയാം. വിവാഹം എന്ന് പറയുന്നതല്ല ജീവിതത്തിന്റെ എല്ലാം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നതില് ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് വിവാഹമൊന്നും അല്ല. എന്നിരുന്നാൽ പോലും വിവാഹത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് താനും. അപ്പൊ ഇതിനകത്ത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും, ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ പെൺകുട്ടികളുടെ അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 20 വയസ്സൊക്കെ ആകുമ്പോഴേക്കും തുടങ്ങി പലയിടത്തും കല്യാണമൊക്കെ നോക്കുന്നുണ്ടോ, ആലോചനയൊക്കെ വരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മുടെ പേരൻസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങളിൽ ഒന്നായിരിക്കും ഇത്. നമ്മളാണെങ്കിലും അതെ, എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് അവിടെ നിൽക്കട്ടെ. ഇനി ഒരു 20 വയസ്സൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്താ പഠിക്കണം എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹയർ സ്റ്റഡീസിന് പോയി ജോലി നേടി സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതായിരിക്കും ഇപ്പോഴത്തെ തലമുറയില് എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്നത്. പേരൻസ് അതിന് സപ്പോർട്ടീവുമാണ്, വളരെ നല്ലൊരു കാര്യമാണ്. അല്ലാതെ ആരും ഒരു 18 വയസ്സാകുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിച്ച് ബാധ്യത തീർക്കണം എന്ന് വിചാരിക്കുന്ന പേരൻസ് വളരെ കുറവാണ്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വളരെ കുറവാണ്. കാലം മാറിയിരിക്കുന്നു, ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വളരെ നല്ല കാര്യം. ഇനി അതിലൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഈ പെൺകുട്ടികള് ജോലിയൊക്കെ നേടി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും തന്നെ 1-2 മാസത്തെ സാലറി വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്കും ഇവരുടെ വിവാഹം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ അതുവരെ വളർത്തി നമ്മളെ വലുതാക്കിയ അച്ഛനും അമ്മയും നോക്കണം എന്ന് ഏത് പെൺകുട്ടിക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഇൻകം ഒക്കെ നേടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെന്ന് കയറുന്ന മറ്റൊരു വീട്ടിലേക്കാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും മുഴുവനും നമുക്ക് അതിനനുസരിച്ച് ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും അല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും
നമ്മുടെ അച്ഛനെയും അമ്മയെയും കൂടെ നമുക്ക് നോക്കുക എന്നുള്ളൊരു കാര്യം കൂടി വരുമ്പോ കുറച്ച് നാളെങ്കിലും അതൊന്ന് ആസ്വദിച്ചിട്ട് നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഒരു 25 വയസ്സിന് ശേഷം വിവാഹം കഴിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്ന് ചിന്തിക്കാറുണ്ട്. അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും. എന്തുകൊണ്ടാണ് ഒരു 25 വയസ്സ് കഴിഞ്ഞ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇതിന് സയൻസ് പരമായിട്ട് തന്നെ നമുക്ക് നോക്കാം. ബാക്കി എല്ലാം അവിടെ നിൽക്കട്ടെ. നമ്മുടെ ശരീരം എല്ലാം പൂർണ്ണ വളർച്ച എത്താനായിട്ട് അത്രയൊന്നും ഏജ് വേണ്ട എന്നുള്ളത് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഉണ്ടല്ലോ, നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത്, ഈ തലച്ചോറെന്ന് പറയുന്നതില് സെറിബ്രം, അതിൽ തന്നെ നമ്മുടെ ഫ്രോണ്ടൽ ലോബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്. ഈ ഒരു ഭാഗത്തിനാണ് അനലിറ്റിക്കൽ പവർ ഏറ്റവും കൂടുതലുള്ളത്. ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തെ പരിഹരിക്കുന്നതിനും കൃത്യമായിട്ട് കാര്യങ്ങളെ ആസൂത്രണം ചെയ്യാനും അനലൈസ് ചെയ്യാനും ഉള്ള ഒരു കഴിവ്, ആ ഒരു ഡെവലപ്മെന്റ് വരുന്നത് 25 വയസ്സിലാണ്. ഈ പറയുന്ന ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നതിന്റെ വളർച്ച എത്തുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു വളർച്ച എത്തിക്കഴിയുമ്പോൾ അതുകൊണ്ടാണ് പല ഡിസിഷൻ എടുക്കുമ്പോൾ 20 വയസ്സിലും 21 വയസ്സിലും സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നവരുണ്ടാകും, അല്ലാതെ വിവാഹം ചെയ്തിട്ടും ഒക്കെ ഒരു 25 വയസ്സ് 26 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ചില ബന്ധങ്ങൾ തകരുന്നത്. ചിലത് ഡിവോഴ്സ് ആകും, ചിലത് ഒത്തൊരുമിച്ച് പോകാൻ പറ്റില്ല എന്നവർക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ ചിലത് പല പല കാര്യങ്ങൾ വരും. അപ്പൊ നമ്മൾ വിചാരിക്കും ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചിട്ട് മതിയായിരുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും തോന്നുന്ന ഒരു കാര്യം എന്ന് പറയണതിന്റെ കാര്യം ഇതാണ്. അപ്പൊ ഈ ഒരു ഏജ് വരെ ഇപ്പൊ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ പേരൻസിന്റെ അടുത്ത് പറയുവാണെങ്കിലും ഒക്കെ അവരത് അറിഞ്ഞോട്ടെ. എപ്പോഴും നമ്മൾ പറയുന്നത് എന്താ കുട്ടികളുടെ അടുത്ത്, നോക്കാം, ആദ്യം പഠിക്കൂ, ഒരു ജോലി നേടൂ, സ്വന്തം കാലിൽ നിൽക്ക്, എന്നിട്ട് നമുക്ക് വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാം എന്നാണ് മാതാപിതാക്കളും ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇന്നത്തെ തലമുറയിലുള്ള പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. സ്വന്തം കാലിൽ, ആണായാലും പെണ്ണായാലും രണ്ടുപേർക്കും ഇൻകം എന്ന് പറയുന്നത് നേടണം. ഒരാളുടെ തണലിൽ മറ്റൊരാൾ നിൽക്കുക എന്ന് പറയുന്നത് ഇനിയുള്ളൊരു കാലത്ത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല. രണ്ടുപേർക്കും ഫിനാൻഷ്യൽ ഫ്രീഡം വേണം. രണ്ടുപേർക്കും അവരുടേതായ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. രണ്ടുപേർക്കും അവരുടെ പേരൻസിനെ നോക്കുക എന്നുള്ളത് ആഗ്രഹവുമുള്ള കാര്യമാണ്, അവരുടെ കടമയുമാണ്. അപ്പൊ ഇതെല്ലാം ഷെയർ ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ഒരു 25 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന തലച്ചോറിന്റെ ഈ ഒരു ഭാഗം പൂർണ്ണ വളർച്ചയെത്തുകയും നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനുള്ള ഒരു പവർ കിട്ടുകയും ചെയ്യും. ചിലപ്പോൾ നമ്മൾ ആദ്യം കണ്ടെത്തിയ ഒരു ബന്ധം വേണ്ട എന്ന് തന്നെ അവർ തന്നെ സ്വയം തീരുമാനിക്കാൻ ഒരു കാരണമാകും. അല്ലെങ്കിൽ ഒരു പാർട്ട്ണറെ ഇനി ഒരു വിവാഹമാകാം എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഏജ്, ഒരു പക്വത എത്തും. അപ്പോൾ എന്നിട്ട് വിവാഹം കഴിക്കുകയായിരിക്കും ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, എന്നിട്ടും വരുന്നത് നല്ലൊരു പാർട്ട്ണർ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിയിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ ചാടിക്കേറി ആദ്യം ഒന്ന് കല്യാണം കഴിച്ചു, പക്ഷെ കുറച്ചു കാലം നമ്മൾ പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എന്ന് കണ്ടിട്ട് പിന്നെ അത് ബ്രേക്കപ്പ് ആകുന്നതിലും നല്ലത്. അല്ലെങ്കിൽ ഒരാൾക്ക് താല്പര്യം ഉണ്ടാവും, പാർട്ട്ണറിൽ ഒരാൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിട്ട് ജീവിതം ഒരു സന്തോഷകരമല്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക, ഈ പറയുന്ന പ്രാക്ടീസ് കാര്യങ്ങളെല്ലാം ചെയ്യുക. യൂണിവേഴ്സിനറിയാം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല നമ്മുടെ വിവാഹം നടക്കുക, യൂണിവേഴ്സിനറിയാം അതിന്റെ കറക്റ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായും നിങ്ങളിലേക്ക് അതിനനുസരിച്ചിട്ടുള്ള നല്ലൊരു പങ്കാളിയെ നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷകരമായിട്ട് നല്ലൊരു ദാമ്പത്യ ജീവിതം എല്ലാവർക്കും ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ വിവാഹം നടക്കുന്നതിനായിട്ട് നമുക്ക് എന്തൊക്കെ ടെക്നിക്കുകൾ ചെയ്യാം. അധികം വലിയ ടെക്നിക്കുകളുടെ ഒന്നും ആവശ്യമില്ല. മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് സെൽഫ് ലവ്. സെൽഫ് ലവ് ഉണ്ടെങ്കിൽ തന്നെ റിലേഷൻഷിപ്പ് വളരെ ബെറ്റർ ആയിട്ട് പോകും. നമുക്ക് സ്നേഹത്തെ ആകർഷിക്കാനായിട്ട് സാധിക്കും. നമ്മളിൽ തന്നെ സ്നേഹം നിറഞ്ഞു നിന്നാൽ മാത്രമേ നമുക്ക് മറ്റൊരാളുടെ സ്നേഹത്തെ ആകർഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ സെൽഫ് ലവ് ആണ് മെയിൻ ആയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത്. പിന്നെ അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, വിഷ്വലൈസേഷൻ. ആ വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ വെറുതെ നമ്മൾ പനക്കോട്ട കെട്ടി കാണുകയല്ല, കൃത്യമായിട്ട്. അപ്പൊ അതിനു മുമ്പ് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ അടുത്തുള്ള നല്ലൊരു ഓഡിറ്റോറിയം ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങൾ തന്നെ വെറുതെ ഒരു പേരിടുക. അതായത് സ്പെസിഫിക് പേഴ്സൺ ഇല്ലെങ്കിലത്തെ കാര്യം ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, നമ്മൾ വിവാഹത്തിന് ധരിക്കുന്ന ഡ്രസ്സിന്റെ കളറ് കാര്യങ്ങളൊക്കെ. അതുപോലെ മറ്റൊരു കാര്യം കൂടി, ഒരുപാട് ഇപ്പം
ഒത്തിരി ആഡംബരമായിട്ട് വിവാഹം നടത്തുന്നതൊക്കെ കുറഞ്ഞു വരുന്ന ഒരു കാലം കൂടിയാണ് കേട്ടോ. ഒരുപാട് ലക്ഷങ്ങൾ പൊടിച്ച് കുറേ ആളുകളെ 10,000-2,000 ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി കുറേ ആഭരണങ്ങളും ധരിച്ച് അതിൻ്റെയൊക്കെ ഒരു രീതി മാറിക്കഴിഞ്ഞു. വിവാഹം ഏറ്റവും ലളിതമാകുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ലളിതമാവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത കുറച്ച് ആളുകളെ മാത്രം വിളിച്ച് നമ്മളെല്ലാരെയും അറിയിക്കുക എന്നുള്ളതൊക്കെ ഓക്കെ, പക്ഷെ വളരെ ലളിതമായിട്ട് ചെലവുകൾ ചുരുക്കി വിവാഹം നടത്തിയ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഒരു 30 ലക്ഷം രൂപ ചെലവാക്കി ഒരു വിവാഹം നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു 10 ലക്ഷത്തിലേക്ക് ആക്കി ചുരുക്കൂ. ബാക്കി 20 ലക്ഷം നിങ്ങളുടെ, അതായത് നിങ്ങളുടെ കുട്ടിയുടെ തന്നെ, നിങ്ങൾ പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ തന്നെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്താൽ അവക്കത് എന്തുകൊണ്ടും ഒരു കരുത്തല്ലേ ഭാവി ജീവിതത്തില്. കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുറെ ബന്ധുക്കളും ആളുകളും ഒക്കെ വന്നു ചേർന്നു, എല്ലാവരും ആശംസിച്ച് അനുഗ്രഹിച്ചൊക്കെ പോയി സദ്യയൊക്കെ കൊണ്ട് എമ്പക്കം വിട്ട് അവരങ്ങ് പോകും. പിന്നെയുള്ള നമ്മുടെ ലൈഫിൽ പണത്തിന് പണം തന്നെ വേണം അല്ലെ. അത് ആ കുട്ടിക്ക് തന്നെ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ എത്രയോ നല്ലതാണ്. ഇനി ഇല്ലെങ്കിൽ പെൺകുട്ടികൾ തന്നെ ഇപ്പൊ സ്വന്തമായിട്ട് ജോലിയൊക്കെ ചെയ്ത് വിവാഹം നടത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറയാം, ഇത്രയൊന്നും പൈസ ചെലവാക്കി എന്റെ വിവാഹം നടത്തേണ്ട ആവശ്യകതയില്ല. ആ പണം സൂക്ഷിച്ചു വെച്ചാൽ അത് നാളെ എനിക്കോ അല്ലെങ്കിൽ നമുക്ക്, അതായത് പാരന്റ്സിന് തന്നെയോ ഒരാവശ്യത്തിന് അത് എടുക്കാവുന്നതേ ഉള്ളൂ. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതെല്ലാം. ഓക്കെ, അപ്പൊ ആർഭാടങ്ങൾ എന്നുള്ളതിൽ നിന്ന് മാറി ലളിതം, ലാളിത്യം എന്നുള്ളതിലേക്ക് വരിക. എന്തിനും ഏതിനും ഫംഗ്ഷൻ നടത്തുക, കുറെ ആളുകളെ വിളിച്ചു കൂട്ടുക, എനിക്ക് അതുണ്ട് ഇതുണ്ട് എന്ന് കാണിക്കുക എന്നുള്ളതിലേക്ക് ഉള്ള ഒരു സംസ്കാരത്തിൽ നിന്നും നമുക്ക് പതിയെ ഒന്ന് മാറി എല്ലാം ലാളിത്യത്തിലേക്കും ലളിതമായിട്ട് സിംപ്ലിസിറ്റിയിലേക്ക് നമുക്ക് മടങ്ങുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്, അതിനൊരു പ്രത്യേക ഫീലിങ്സ് ഉണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. താങ്ക്